Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 8, Unit 1, A Long Walk with Granny, Part 1. ഇന്ന് ഞാൻ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള A Long Walk with Granny എന്ന പാഠഭാഗമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ പാഠത്തിൻ്റെ പകുതി ഭാഗമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് മുഴുവനായി കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം. എന്താണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ബോൺസ് ഓഫ് ലൈഫ് അല്ലേ? ബോൺസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത ബന്ധങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണ് പറയുന്നത്? ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ഇൻ ബീയിങ് ഹ്യൂമൻ ബട്ട് ഇൻ ബീയിങ് ഹ്യൂമെയിൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഗാന്ധിജി പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യത്വത്തിൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത് മനുഷ്യനായിരിക്കുക എന്നല്ല, മറിച്ച് എന്താണ്? ബട്ട് ഇൻ ബീയിങ് ഹ്യൂമൻ, അതായത് കരുണാദ്രമായ ദയുള്ളവനായിരിക്കുക അല്ലേ? കരുണാദ്രയും ദയുമൊക്കെ ഉള്ളവനായിരിക്കുക എന്നുള്ളതാണ് മനുഷ്യത്വത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ നമ്മളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിനേക്കാൾ ദയാവായ്പയുള്ള കരുണാദ്രമായ ഒരു ഹൃദയമുള്ള ഒരാളായിരിക്കുക എന്നതാണ് മനുഷ്യത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇവിടെ ഒരു നല്ലൊരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഈ യൂണിറ്റിലുള്ള ഫസ്റ്റ് ലെസണായ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ലെറ്റ്സ് ഗോ ഇൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റോറി നമുക്ക് കാണാം. റീഡ് ആൻഡ് എൻജോയ് ദ കോമിക് സ്ട്രിപ്പ് ബിലോ. അപ്പോൾ അത് നമ്മളോട് എന്താണ് പറയുന്നത്? ഈ ഒരു സ്റ്റോറി നമ്മളോട് വായിക്കാൻ പറയുന്നുണ്ട് അല്ലേ? എന്താണത്? പിക്കിൾസ്. ആ സ്റ്റോറി പിക്കിൾസ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ആ കഥയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ലൈഫ് വാസ് ലോട്ട് മോർ ഡേഞ്ചറസ് വെൻ ഐ വാസ് എ കിഡ്. അപ്പോൾ ഇവിടെ ഒരു ഓൾഡ് മാൻ എന്താണ് പറയുന്നത്? ആ ഒരു കളിക്കുന്ന കുട്ടീനോട് പറയുന്നുണ്ട്, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഡേഞ്ചറസ് ആയിരുന്നു, അപകടകരമായിരുന്നു എന്നുള്ള രീതിയിൽ കുട്ടിയോട് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ വി ഡിഡിൻ ഹാവ് പ്ലേ ഗ്രൗണ്ട്, വി പ്ലേഡ് ഓൺ റെയിൽ റോഡ് ട്രാക്സ് ആൻഡ് ഫാം എക്യുപ്മെൻറ്റ്. അപ്പോൾ ഇതുപോലുള്ള പ്ലേ ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കുണ്ടായിരുന്നില്ല. റെയിൽ റോഡ് ട്രാക്കിലും ഫാമിലുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലേ? അവർ കാർഷിക വൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് എ വണ്ടർ എനി ഓഫ് സർവൈവ്ഡ്. നമ്മളൊക്കെ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കളിച്ച നമ്മളൊക്കെ രക്ഷപ്പെട്ടത് തന്നെ അത്ഭുതമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ഈ മനുഷ്യൻ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് സണ്ണുമായിട്ടുള്ള ഒരു ടോക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടു ഗെറ്റ് ബൈ യു ഹാഡ് ടു ബി ടഫ് ആൻഡ് യു ഹാഡ് ടു ഗ്രോ അപ്പ് ഫാസ്റ്റ്. എന്നിട്ട് ഗ്രാൻഡ് ഫാദർ എന്താണ് പറയുന്നത്? ടു ഗെറ്റ് ബൈ യു ഹാഡ് ടു ബി ടഫ്. ഞാൻ നീയായിരിക്കുക എന്ന് പറയുന്നത്, നിൻ്റെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ടഫായ കാര്യമാണ്. പക്ഷെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളർന്ന് എൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി പറ്റും. അതായത് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളർന്ന് ഒരു മുത്തച്ഛനാവാൻ വേണ്ടി പറ്റും. അതേസമയം മുത്തച്ഛൻ ഇനി എന്താവാൻ പറ്റില്ല? ഒരു കുട്ടിയാവാൻ വേണ്ടി പറ്റില്ല. ഹൗ ഓൾഡ് ആർ യു നൗ സൺ? അപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുക, എനിക്കിപ്പോൾ എത്ര വയസ്സായി? 6. അപ്പോൾ ആ കുട്ടി അതിന് മറുപടി പറഞ്ഞു 6. വെൻ ഐ വാസ് യുവർ ഏജ് ഐ വാസ് 8.5. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാണ്, ഐ വാസ് യുവർ ഏജ്, ഞാൻ നിൻ്റെ ഏജിലായിരുന്നപ്പോൾ എനിക്ക് 8.5 വയസ്സായിരുന്നു എന്ന്. അപ്പോൾ 6 വയസ്സിൻ്റെ ഒരു ഏജിലാവുമ്പോൾ എനിക്ക് എത്ര വയസ്സായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അതായത് മുത്തച്ഛൻ്റെ ഒക്കെ ആ ഒരു പ്രായം, ആ ഒരു കാലത്ത് 6 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു 8 വയസ്സുള്ള കുട്ടി ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു.
സംഭവം പഴയ കാലത്ത് നിന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു പ്രായത്തിൽ ഇപ്പോൾ ജീവിക്കുന്ന കുട്ടികളെക്കാൾ അവർക്ക് മെച്യൂരിറ്റി കാര്യങ്ങളൊക്കെ കുറേ കൂടി കൂടുതലായിരിക്കും അല്ലേ, ഇപ്പോഴുള്ള ആ ഒരു കുട്ടികളെക്കാൾ. അതാണ് ഇവിടെ മുത്തച്ഛൻ പറഞ്ഞത്. എൻ്റെയൊക്കെ 6 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ പ്രായത്തിലുള്ള ഒരു 8.5 വയസ്സ് പോലെയെന്ന്, ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നത് പോലുള്ളത് നമ്മളൊക്കെ 6 വയസ്സിലേ ചെയ്യുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഒരു ജോക്കായിട്ട് ആര് പറയുന്നത്, മുത്തശ്ശൻ പറയുന്നത്. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. അതെന്താണെന്ന് നോക്കാം. ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ കോമിക് സ്ട്രിപ്പ്? ഈ ഒരു കോമിക് സ്ട്രിപ്പിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് അപ്പം നമുക്കെന്ത് പറയാം? ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഹിസ് ഗ്രാൻഡ് സൺ. കമൻറ്റ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു കമൻറ്റ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് സൺ ഹാവ് എ ലവിങ് ആൻഡ് പ്ലേഫുൾ റിലേഷൻഷിപ്പ്. The grandfather shares funny stories from his past to connect with his grandson. അപ്പോൾ അവർ തമ്മിൽ വളരെ സ്നേഹവും അതേപോലെ പ്ലേഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണുള്ളത്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യാണ്? ഗ്രാൻഡ് ഫാദറിൻ്റെ ചൈൽഡ്ഹുഡിലുള്ള കാര്യങ്ങൾ ഈ കുട്ടിയുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വേർ ഡസ് ദ ആക്ഷൻ ടേക്ക് പ്ലേസ്? അപ്പോൾ ഇവിടെയുള്ള ആ ഒരു എക്യുപ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം ഇതൊന്നുകിൽ എന്തായിരിക്കും, പാർക്കായിരിക്കും അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ ഗ്രാൻഡ് ഫാദർ തന്നെ ഇവിടെ ആ ഒരു ടോക്കിൽ പറയുന്നുണ്ട് അല്ലേ, ഇതുപോലുള്ള പ്ലേ ഗ്രൗണ്ടൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആൻസറിൽ എന്ത് എഴുതാം? അറ്റ് എ പാർക്ക് ഓർ പ്ലേ ഗ്രൗണ്ട് എന്ന് നമുക്ക് എഴുതാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദെയർ കോൺവെർസേഷൻ? അവരുടെ ആ ഒരു കോൺവെർസേഷനിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? അവർ ചൈൽഡ്ഹുഡ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അവർ ഗ്രാൻഡ് പാരൻസ്. നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ആ കാര്യങ്ങൾ തന്നെയല്ലേ ഇതിൽ പറയുന്നത്. നിങ്ങളുടെ പോലുള്ള പ്രായത്തിലുള്ള കാര്യങ്ങളല്ല നമ്മുടെ പ്രായത്തിൽ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ ഗ്രാൻഡ് ഫാദർ പറയുന്നത്. അങ്ങനെ അതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡു യു കൺസിഡർ ദിസ് കോൺവെർസേഷൻ ഹ്യൂമറസ്? വൈ? ഈ ഒരു കോൺവെർസേഷൻ ഒരു ഹ്യൂമറസ്, തമാശ നിറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ഡയലോഗ് വെച്ചിട്ട് തന്നെ നമുക്കതിനുള്ള ആൻസർ പറയാം. യെസ്, the conversation is humorous because the grandfather exaggerates by saying, when I was your age I was 8.5. അപ്പോൾ ഇത് തമാശ നിറഞ്ഞ ഒരു കോൺവെർസേഷൻ തന്നെയാണ്. കാരണം അത് പറയുന്നത് പ്രത്യേകിച്ചും ഗ്രാൻഡ് ഫാദറിൻ്റെ ഈ ഒരു ഡയലോഗിലാണ്. It's funny because that's not possible. He is just joking to show how tough he thinks he was as a kid. അപ്പോൾ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. 6 വയസ്സിൽ 8.5 വയസ്സായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ ഇവിടെ ഗ്രാൻഡ് ഫാദർ തമാശന്നോണം പറഞ്ഞു വെക്കുന്നത് നമ്മുടെയൊക്കെ 6 വയസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ ആ ഒരു ടഫായതായിരുന്നു എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ തമാശയോട് പറയുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളോട് എന്താണ് പറയുന്നത്? സെലക്ട് എ ഫ്യൂ കോമിക് സ്ട്രിപ്സ് ലൈക്ക് ദ വൺ അബൌട്ട് ദ ഡിസ്കസ് ദം ഇൻ ഗ്രൂപ്പ്സ്. ഇതുപോലുള്ള കോമിക്കായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കുറച്ച് സെലക്ട് ചെയ്തിട്ട് അത് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ട്രൈ ടു പ്രിപ്പയർ കോമിക് സ്ട്രിപ്സ് ഓൺ എനി തീം. ഏതെങ്കിലും ഒരു തീം എടുത്തിട്ട് അതുപോലുള്ള എന്തെങ്കിലും ഒന്ന് ക്ലാസ്സിൽ നിങ്ങളോട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലെസണിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനോടൊപ്പം സമയം ചെലവഴിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് ഓർ വാസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? അതായത് ഇപ്പോഴും ഗ്രാൻഡ് പാരൻസ് കൂടിയുള്ളവർക്ക് നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ഗ്രാൻഡ് പാരൻസിനോടൊപ്പം ഇപ്പോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം നിലവിൽ ഗ്രാൻഡ് പാരൻസ് ഇല്ലാത്തവർക്ക് അവർ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾ അവരുമായിട്ട് ചെയ്തത് എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ ക്ലാസ്സിൽ ഷെയർ ചെയ്യുക. ലെറ്റ്സ് ജോയിൻ എ ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് മദർ ഓൺ ദെയർ ജേണി. അപ്പോൾ ഇനി നമ്മളോട് പറയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാൻഡ് സണ്ണിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും യാത്രയിൽ നമുക്കും പങ്കുചേരാം. ആൻഡ് എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ആൻഡ് ദ വാംത്ത് ഓഫ് ദ റിലേഷൻഷിപ്പ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഭൂപ്രകൃതിയുടെ ഭംഗി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതോടൊപ്പം തന്നെ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഊഷ്മളത അത് നമുക്ക്
മനസ്സിലാക്കുകയും ചെയ്യാമെന്നാണ് നമ്മളോട് ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന ഭാഗത്ത് പറയുന്നത്. എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി അല്ലേ, നമ്മുടെ കഥയുടെ പേരാണ് എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി. ആരാണ് അത് എഴുതിയിരിക്കുന്നത്? റസ്കിൻ ബോണ്ട്. അപ്പോൾ റസ്കിൻ ബോണ്ട് എഴുതിയ എ ലോങ് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റസ്കിൻ ബോണ്ടിൻ്റെ ആ പ്രൊഫൈലും ഒന്ന് ആദ്യം നോക്കേണ്ടതുണ്ട് അല്ലേ, എന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ റസ്കിൻ ബോണ്ട് 1934 വാസ് ബോൺ അറ്റ് കസൗലി ഇൻ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ കസൗലി എന്ന് പറയുന്ന സ്ഥലത്താണ് റസ്കിൻ ബോണ്ട് ജനിച്ചത് 1934. For over 50 years, Bond has experimented with a different genre of writing, including novels, short stories and memoir. അപ്പോൾ ഇവിടെ എന്തൊക്കെ രചനാരീതികളാണ് റസ്കിൻ ബോണ്ടിൻ്റെത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ജോണർ എന്ന് ഉദ്ദേശിക്കുന്നത്. രചനാരീതികൾ നോവലുണ്ട്, ഷോർട്ട് സ്റ്റോറി ഉണ്ട്, പിന്നെ മെമ്മോർ ഉണ്ട്. മെമ്മോർ എന്നുള്ളത് ഒരു ഫ്രഞ്ച് വേർഡാണ്. കറക്റ്റ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് മെംവോ ആണ് കേട്ടോ. മെംവാർ അതാണ് കറക്റ്റ് ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ വരുന്നത്. നമ്മൾ മെമ്മോർ എന്നാണ് നോർമലി നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഇതും കൂടെ ഞാനൊന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ദ റൂം ഓൺ ദ റൂഫ്, അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ഡെഹ്റ, എ ഫ്ലൈറ്റ് ഓഫ് പീജിയൻ, ദ ബ്ലൂ അംബ്രല എക്സെട്ര. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹി വാസ് അവാർഡഡ് ദ ജോൺ ലെലിൻറേസ് Prize in 1957, the Sahitya Akademi Award in 1992, the Padma Shri in 1999 and the Padma Bhushan in 2014. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ആ അവാർഡുകളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് നമ്മളെ സ്റ്റോറിയിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. Granny could hear the distant roar of the river and smell the pine needles and feel the presence of her grandson Mani. അപ്പോൾ ഗ്രാനി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുത്തശ്ശിയാണ് കേട്ടോ. മുത്തശ്ശിക്ക് ദൂരെയുള്ള പുഴയുടെ ആ ഒരു റോർ എന്ന് പറഞ്ഞാൽ അലർച്ച അല്ലേ, പുഴക്ക് പക്ഷേ കടൽ പോലെ അലർച്ച ഉണ്ടാവില്ല, എന്നാലും പുഴ ഒഴുകുന്ന ആ ഒരു സൗണ്ട് എന്നുള്ള രീതിയിൽ എടുക്കുക. അതും കൂടാതെ ആ പൈൻ നീഡിൽസ്, ആ പൈൻ മരങ്ങളുടെ സ്മെല്ലും അറിയാൻ സാധിക്കും. ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് എ ഗ്രാൻഡ്സൺ മണി. അവരുടെ ഗ്രാൻഡ്സണായ പേരക്കുട്ടിയായ മണിയുടെ പ്രസൻസും ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഷീ കുഡ്ന്റ് സീ ദ റിവർ ഓർ ദ ട്രീസ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു മരങ്ങളോ പുഴയോ കാണാൻ സാധിക്കില്ല. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ് ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്. അപ്പോൾ വേറെ എന്തൊക്കെ അറിയാൻ പറ്റുന്ന പറയുന്നത്? ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. എന്ത്? മണിയുടെ ആ ഒരു ഫസി ഹെയർ, ആ മൃദുവായ ആ ഒരു മുടി അറിയാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ കഴിയും. ചിലപ്പോഴോ ഹിസ് ബ്ലാക്ക്ബെറി ഐസ്, അവൻ്റെ ആ ഒരു ബ്ലാക്ക്ബെറി പോലുള്ള കണ്ണുകളും, ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്, അവൻ ചിരിക്കുമ്പോഴുള്ള അവൻ്റെ പല്ലിൻ്റെ ആ ഒരു തിളക്കവും, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗ്രാൻഡ് മദറിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അടുത്തുള്ള എന്നല്ല, ആ ഒരു ദൂരെയുള്ള ആ ഒരു പുഴയോ ആ ചുറ്റിലുള്ള മരങ്ങളോ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രാനി ബ്ലൈൻഡാണോ? നമുക്ക് നോക്കാം. കഥ മുന്നോട്ട് പോകുമ്പോൾ ഗ്രാനി ബ്ലൈൻഡ് ആണോ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. അപ്പം ഗ്രാനി ഇവിടെ എന്ത് ധരിച്ചിട്ടുണ്ട്? പഴയ ഒരു ഗ്ലാസ്, ഒരു കണ്ണട ധരിച്ചിട്ടുണ്ട്. ഷീ ഹാഡ് ബീൻ വെയറിങ് ദം ഫോർ വെൽ ഓവർ 10 years. 10 വർഷമായിട്ട് ആ കണ്ണട തന്നെയാണ് ആര് ധരിക്കുന്നത്? ഗ്രാനി ധരിക്കുന്നത്. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റഡിലി വീക്കർ ആൻഡ് ദ ഗ്ലാസസ് വെയർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. അപ്പോൾ അവരുടെ കണ്ണുകളുടെ കാഴ്ച എന്താവുന്നുണ്ട്? മങ്ങി പോകുന്നുണ്ട്. 10 വർഷമൊന്നും നമ്മൾ എന്തായാലും ഒരേ പവറിലുള്ള ഗ്ലാസ് തന്നെ ഉപയോഗിക്കില്ല അല്ലേ? കണ്ണട വെക്കുന്നത് തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. അപ്പോൾ 10 വർഷമൊന്നും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല,
ഒരേ പവറുള്ള ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കില്ല. അത് നമ്മൾ ഒരു 2 വർഷമാകുമ്പോഴേക്കും മാറ്റും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രാനി ആണെങ്കിൽ 10 വർഷമായിട്ട് ഈ ഒരേ പവറുള്ള ഗ്ലാസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ഗ്ലാസ് ആണെങ്കിൽ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡും കൂടി ആയിട്ടുണ്ട്. എന്താണ് സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്? നമ്മൾ കലയും മാർക്കുകളൊക്കെ വരില്ലേ നമ്മുടെ ഗ്ലാസ്സിന്, കണ്ണടയുടെ. അപ്പോൾ അതുപോലെ അതിന് ഒരുപാട് കലയൊക്കെ വന്നിട്ടുണ്ട്. സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം. അപ്പോൾ ആ ഒരു കണ്ണടയിലൂടെ വളരെ കുറച്ച് മാത്രമേ ആർക്ക് കാണാൻ വേണ്ടി കഴിയുള്ളൂ? ഗ്രാനിക്ക് കാണാൻ വേണ്ടി കഴിയുള്ളൂ. മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹെർ ഐസ് ടെസ്റ്റഡ് ആൻഡ് ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസസ്. അപ്പം മണിക്കും മണിയുടെ ഫാദറിനും എന്ത് തോന്നി, എന്ത് മനസ്സിലായിട്ടുണ്ട്? ഒരുപാട് കാലമായി നമ്മുടെ ഗ്രാനിയുടെ ആ ഒരു കണ്ണ് ടെസ്റ്റ് ചെയ്യാത്തതും പവർ മാറ്റാത്തതും അല്ലേ, ഒരുപാട് കാലമായിരിക്കുന്നു. പുതിയ കണ്ണട വാങ്ങാത്തതും ടെസ്റ്റ് ചെയ്യാത്തതൊക്കെ ഒരുപാട് കാലമായി എന്നുള്ളത് മണിക്കും മണിയുടെ അച്ഛനും അറിയാം. അവരത് പറയുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഗ്രാനി അപ്പോൾ കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ കൊടുക്കുന്നത്. വെൽ യു നോ വി കാൺ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെഡ് ഗ്രാനി. അപ്പോൾ അവർ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം പറയുമ്പോൾ നമ്മുടെ ഗ്രാനി എന്താണ് പറയുന്നത്? നമ്മുടെ വില്ലേജിൽ അതിനൊന്നുള്ള സൗകര്യം ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയാലോ. വെൽ യു നോ വി കാൺ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ്. അത്തരം സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, നമ്മുടെ വില്ലേജിലില്ല എന്ന് ഗ്രാനി അതിനപ്പോൾ അവർ പറയുമ്പോൾ മറുപടി പറയും അല്ലേ. Mani said, you will have to go to the eye hospital in Mussoorie. That's the nearest town. അപ്പോൾ മണി എന്ത് പറയും? നമുക്ക് എന്ത് ചെയ്യാം? മുസോറി, നമ്മുടെ അടുത്തുള്ള ടൗണായ മുസോറിയിലുള്ള ആ ഒരു ഐ ഹോസ്പിറ്റലിൽ നമുക്ക് പോവാം. ബട്ട് ദാറ്റ്സ് 2 days ജേർണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. അപ്പോൾ അതിനെതിരെ വാദിച്ചിട്ട് ഗ്രാനി എന്ത് പറയും? അവിടേക്ക് പോകണമെങ്കിൽ 2 ദിവസത്തെ യാത്രയുണ്ട്. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. അതായത് അവിടെ വരെ പോകുന്നതിന് പല എക്സ്ക്യൂസും പറഞ്ഞ് ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കുകയാണ് ഗ്രാനി. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. അപ്പോൾ അതിനുള്ള ഒന്നാമത്തെ റീസൺ എന്താ? മണിയുമായിട്ട് ആ ഒരു 2 ദിവസം പിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റില്ല? നമ്മുടെ ഗ്രാനിക്ക് പറ്റില്ല. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് കേപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. അപ്പം മണിക്ക് 11 വയസ്സായി, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആ ഒരു പ്രാപ്തിയൊക്കെ ആർക്കുണ്ട്? മണിക്ക് ഉണ്ട്. ബട്ട് ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് ever since his mother had died when he was only a year old. അപ്പോൾ അവൻ്റെ 1 വയസ്സിൽ അവൻ്റെ അമ്മ മരിച്ചത് മുതൽ ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഇവനെ വളർത്തുന്നതും ആരാണ്? ഗ്രാനിയാണ്. ഷി വാസ് ഹിസ് നാനി. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ഗ്രാനി എന്ന് പറയുന്നത് ഇവൻ്റെ നാനിയാണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് മാറ്റേണൽ ഗ്രാൻഡ് മദർ, അമ്മയുടെ അമ്മയാണ് ഈ ഗ്രാനി. ആൻഡ് ഹാഡ് കെയർഡ് ഫോർ ബോയ് ആൻഡ് ഫാദർ ആൻഡ് ദ കൗസ് ആൻഡ് ഹെൻസ് ഇൻ ദ ഹൗസ് ഹോൾഡ് വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ. അപ്പോൾ ഇവനെയും ഇവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഇവനെയും ഇവൻ്റെ അച്ഛനെയും ആ വീട്ടിലുള്ള പശുക്കളെയും കോഴികളെയും ഒക്കെ വളരെ നല്ല എനർജിയോടും ഡിവോഷനോടും അർപ്പണ മനോഭാവത്തോടെയും കൃത്യമായി നോക്കുന്നത് ഈ ഗ്രാനിയാണ്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ ഷീ സെഡ്. എനിക്കെല്ലാം തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നന്നായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആര് പറയാണ്? ഗ്രാനി പറയാണ്. നൗ ലിസൺ, അതായത് കണ്ണട മാറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് വളരെ നന്നായിട്ട് തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് ഗ്രാനി ഇവിടെ പറയുന്നത്. നൗ ലിസൺ സെഡ് മണീസ് ഫാദർ സ്റ്റേൺലി. അപ്പം മണിയുടെ ഫാദർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എന്താണ് പറയുന്നത്? വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ. നമ്മൾ എന്ത് ചെയ്യില്ല, നിങ്ങളെ തനിച്ച് അയക്കില്ല, അത്രയും ദൂരം തനിച്ച് അയക്കില്ല. ഐ വിൽ ടേക്ക് യു ടു മുസോറി. ഞാൻ നിങ്ങളെ മുസോറിയിലേക്ക് കൊണ്ടുപോവാം. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? അപ്പോൾ ഗ്രാൻഡ് മദർ എന്താ തിരിച്ചു ചോദിക്കുന്നത്? ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. മണിയെ ഇവിടെ തനിച്ചാക്കിയിട്ടോ നിനക്ക് എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞത് എന്ന് മണിയുടെ അച്ഛനോട് ഗ്രാനി ചോദിക്കുകയാണ്. ദെൻ ഐ വിൽ ടേക്ക് യു ടു മുസോറി സെഡ് മണി ഗേളി. അപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ മണി എന്ത് പറയാണ്? ഞാൻ എന്ത് ചെയ്യാം, ഞാൻ കൊണ്ടുപോവാം ഗ്രാനിയെ മുസോറിയിലേക്ക്, ഞാൻ കൊണ്ടുപോവാം. ഐ ഹാവ് ബീൻ ടു മുസോറി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിനോടൊപ്പം എവിടെ പോയിട്ടുണ്ട്? മുസോറിയിൽ പോയിട്ടുണ്ട്. ഐ നോ വെയർ വി ക്യാൻ സ്റ്റേ. അവിടെ പോയാൽ എവിടെയാണ് താമസിക്കേണ്ടത് എന്നൊക്കെ എനിക്കറിയാം. ബട്ട് അതും പറഞ്ഞ് എന്തോ ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കാതെ മണി അവിടെ നിർത്തുകയാണ്. ഹി പോസ്ഡ് എ മൊമെൻറ്റ് ആൻഡ് ലുക്ക് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ്
ഗ്രാൻഡ് മദർ അല്ലേ. അതും പറഞ്ഞത് പൂർത്തിയാക്കാതെ അവൻ ഒരു സംശയത്തോടു കൂടി അവൻ്റെ അച്ഛനെയും ഗ്രാൻഡ് മദറിനെയും നോക്കുകയാണ്. യു വുഡ് ബി ഏബിൾ ടു വോക്ക് ഓൾ ദ വേ ടു 9? വുഡ് യു ഗ്രാനി? അപ്പം 9 വരെ ഗ്രാനിക്ക് നടക്കാൻ കഴിയുമോ? നടക്കാൻ പറ്റില്ലേ എന്ന് ആര് ചോദിക്കുകയാണ്? നമ്മുടെ മണി ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് ഐ ക്യാൻ വോക്ക് സെഡ് ഗ്രാനി. അപ്പം ഗ്രാനി എന്ത് മറുപടി പറഞ്ഞു? ഓ തീർച്ചയായും എനിക്ക് നടക്കാൻ പറ്റും. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ്. ഞാൻ ഒരുപക്ഷെ അന്ധയായേക്കാം അല്ലേ, കണ്ണ് കാണാത്തവളായേക്കാം. ബട്ട് ദർ ഈസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. പക്ഷേ എൻ്റെ കാലുകൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ബട്ട് യു ആർ 70 ഗ്രാനി. അപ്പോൾ മണി ചോദിക്കുകയാണ്, പക്ഷേ നിങ്ങൾക്ക് 70 വയസ്സായി, കാരണം നിങ്ങൾക്ക് ഇത്രയും ദൂരം നടക്കാനാവുമോ? നിങ്ങൾക്ക് 70 വയസ്സായി എന്നുള്ള കാര്യം മണി പറയാണ്. വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത്? അതിനിപ്പോൾ എന്താ, എനിക്ക് 70 വയസ്സായെങ്കിലും അതിനിപ്പോൾ എന്താ? ആൻഡ് ബിസൈഡ്സ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു 9 ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്. അപ്പ് ഹിൽ ഈസ് ഈസിയർ സെഡ് ഗ്രാനി. അപ്പം ഗ്രാനി എന്താ പറയുന്നത്? ഇവിടുന്ന് 9 മീൻസ് നൈനിറ്റാളാണ് കേട്ടോ, ശരിക്കും കറക്റ്റ് നൈനിറ്റാൾ എന്നാണ് ഫുൾ നെയിം. അപ്പോൾ ഇവിടുന്ന് 9 വരെ കുന്ന് ഇറങ്ങുകയാണ് വേണ്ടത്, തിരിച്ചു വരുമ്പോഴാണെങ്കിൽ കുന്ന് കയറുകയാണ് വേണ്ടത്. അപ്പം അപ്പ് ഹിൽ ഈസ് ഈസിയർ, കുന്ന് കയറുക എന്ന് പറയുന്നതും എനിക്ക് ഈസിയാണ് എന്നാണ് ഇവിടെ ഗ്രാനി പറയുന്നത്. Now that she knew money might be accompanying her, she was more than ready to make the journey. അപ്പോൾ മണി കൂടെ വരുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഗ്രാനിക്ക് ആ ഒരു യാത്രക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി അല്ലേ. ആ ഒരു മുസോറി വരെ പോകാൻ വേണ്ടിയിട്ട് ഗ്രാനി തയ്യാറായി. While we were in Mussoorie, we will get some seeds and bulbs. അപ്പം നമുക്ക് മുസോറിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എന്തൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്? നമുക്ക് കുറേ സീഡ്സും ബൾബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട്സിലുള്ള സംഭവങ്ങൾ, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഉള്ളി, അതൊക്കെ പോലെയുള്ള സാധനങ്ങൾ, അതിനെയാണ് ഇവിടെ ബൾബ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മുസോറിയിൽ പോയി അതൊക്കെ വാങ്ങിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ആൻഡ് എ ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ. ആ ഒരു വെള്ള പശുവിന് എന്ത് വേണം? പുതിയൊരു ബെല്ല്, കഴുത്തിലിടാൻ വേണ്ടി പുതിയൊരു മണി വേണം. ആൻഡ് എ പുൾ ഓവർ ഫോർ യുവർ ഫാദർ. നിൻ്റെ ഫാദറിനൊരു കമ്പിളി പുതപ്പും വേണം. ആൻഡ് ഷൂ ഫോർ യു. നിനക്കൊരു ഷൂവും വാങ്ങണം. നൗ ജസ്റ്റ് എ മിനിറ്റ് സെഡ് മണീസ് ഫാദർ. ഇതൊക്കെ കേട്ടപ്പം മണിയുടെ അച്ഛൻ പറയണേ, ഒരു നിമിഷം, ഒരു മിനിറ്റ്. ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ മണിയുടെ അച്ഛന് ഡൗട്ടായിട്ട് എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾ പോകുന്നത് കണ്ണ് ടെസ്റ്റ് ചെയ്യാനാണോ അതല്ല ഷോപ്പിങ്ങിനാണോ? അപ്പോഴതിനെന്താ ഇവർ മറുപടി പറയുന്നത്? അല്ല, അതുകൂടാതെ അച്ഛൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഐ ഹാവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ. നിങ്ങൾക്ക് ചിലവഴിക്കാൻ വേണ്ടി എത്രയാ എൻ്റെ കയ്യിലുള്ളൂ? 100 രൂപ മാത്രമേ ഉള്ളൂ. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. അതിനെക്കൊണ്ട് വേണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ. വെൽ വി വിൽ മാനേജ് സെഡ് മണി. അപ്പോൾ മണി എന്ത് പറയാ? ഓക്കെ, നമ്മൾ മാനേജ് ചെയ്തോളാം. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. ഓക്കെ, നമ്മളവിടെ എത്തി എന്ത് ചെയ്തോളാം? ബസ് ഷെൽട്ടറിൽ നമ്മൾ താമസിച്ചോളാം. നോ വി വോണ്ട് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്ത് മറുപടി പറയാ? നോ, അതൊന്നും വേണ്ട. ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ. എൻ്റെ കയ്യിൽ എന്തുണ്ട്? 50 രൂപയുണ്ട്. വി വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹോട്ടലിൽ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാം. Early next morning, in a light drizzle, Granny and Money set out on the path to 9. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ആ ഒരു ചാറ്റൽ മഴ, ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ, ആ ഒരു ചാറ്റൽ മഴയിൽ ആര് പുറപ്പെടുകയാണ് 9ലേക്ക്? ഈ ഗ്രാനിയും നമ്മുടെ മണിയും പുറപ്പെടുകയാണ്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അവർ 9ലേക്ക് പുറപ്പെടുകയാണ്. മണി ക്യാരിഡ് എ സ്മോൾ ബെഡിംഗ് റോൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ് ആൻഡ് ആൻ അംബ്രല. അപ്പം മണി അവൻ്റെ ഷോൾഡറിൽ ഒരു ബെഡിംഗ് റോൾ, കിടക്കാനുള്ള ആ ഒരു കിടക്കയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ്റെ ഷോൾഡറിൽ വെച്ചിട്ടുണ്ട്. കാരണം കൂടെ ആരുണ്ട്? ഗ്രാനി ഉണ്ട്. ഗ്രാനിക്ക് വയ്യാതായാൽ ഒന്ന് കിടക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതിനു വേണ്ടിയ സാധനങ്ങളൊക്കെ വേണ്ടേ? അതുകൊണ്ട് നമ്മുടെ മണി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബെഡിങ് റോള് അവൻ്റെ ഷോൾഡറിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ പിക്ചറിൽ ഫസ്റ്റ് പേജിൽ കൃത്യമായിട്ട് കാണാം അവർ നടന്നു പോകുമ്പോൾ അല്ലേ. ഗ്രാനി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഷോപ്പിംഗ് ബാഗ്, ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു ഷോപ്പിംഗ് ബാഗും ഒരു അംബ്രലയും എടുത്തിട്ടുണ്ട്. വെനെവർ യു ഫീൽ ടയേർഡ് വി വിൽ ടേക്ക് റെസ്റ്റ് സെറ്റ് മണി. എന്നിട്ട് മണി ഗ്രാനിയോട് എന്ത് പറയാണ്? നിങ്ങൾക്ക് ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റെസ്റ്റ് എടുക്കാം.
"We have only just started out," said Granny. "We will rest when you are hungry." അപ്പം ഗ്രാനി എന്താ പറയുന്നത്? നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, നിനക്ക് വിശക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെസ്റ്റ് എടുക്കാം. അങ്ങനെ അവർ രണ്ടുപേരും രണ്ടാളെയും പരസ്പരം കെയർ ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. They walked at a steady pace without talking too much. പിന്നെ കൂടുതലൊന്നും സംസാരിക്കാതെ ഉറച്ച കാൽവെപ്പുകളോടെ അവർ മുന്നോട്ടേക്ക് നടന്നു നീങ്ങി. A flock of parrots whirled overhead, flashes of red and green against a somber sky. അപ്പോൾ അവർ നടന്നു പോകുമ്പോൾ അവരുടെ തലക്ക് മുകളിലൂടെ ഫ്ലോക്ക് ഓഫ് പാരറ്റ്, ഒരു കൂട്ടം തത്തകൾ എന്ത് ചെയ്യാണ്, ചുറ്റിത്തിരിഞ്ഞ് ആ ഒരു റെഡും ഗ്രീനും കളറ്, കറുത്ത് മങ്ങിയ ആകാശത്തിലൂടെ ആ ഒരു റെഡും ഗ്രീനും കളറ് അവരുടെ തലക്ക് മുകളിൽ ചുറ്റിത്തിരിഞ്ഞ് പോയി. അതായത് ഒരു ഫ്ലോക്ക് ഓഫ് പാരറ്റ്, പാരറ്റിൻ്റെ ഒരു കൂട്ടം. സോംബർ മീൻസ് കറുത്ത് മങ്ങിയ, വേൾഡ് മീൻസ് ചുറ്റിത്തിരിക. Okay, there were no other sounds except for the hiss and gentle patter of the rain. മഴ പെയ്യുന്ന ആ ഒരു ചാറ്റലിൻ്റെ ആ ഒരു ഹിസ് സൗണ്ട് അല്ലാതെ അവിടെ വേറെ ഒരു സൗണ്ടും ഉണ്ടായിരുന്നില്ല. മണി സ്റ്റോപ്പ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. മണി എന്ത് ചെയ്തു, ആ നടക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു കുറ്റിച്ചെടിയിൽ നിന്നും ആ ഒരു കാട്ടിലുള്ള ബ്ലാക്ക്ബെറീസ് പറിക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഗ്രാനി വാസ് ഇൻ ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. അപ്പം ഗ്രാനിക്ക് ആ ബെറീസിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗ്രാനി എന്ത് ചെയ്തു, നടത്തത്തിൻ്റെ വേഗതയൊന്നും കുറച്ചില്ല. ഗ്രാനി മുന്നോട്ടേക്ക് തന്നെ നടന്നു പോയി. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹർ. അപ്പം മണിക്ക് പിന്നീട് അവിടെ നിന്നത് കൊണ്ട് തന്നെ ഗ്രാനി കുറച്ച് മുന്നോട്ടേക്ക് നടന്ന് നീങ്ങി അല്ലേ. അതുകൊണ്ട് ഗ്രാനിയോടൊപ്പം എത്തുന്നതിന് വേണ്ടി ഓടി എത്തേണ്ടതായിട്ട് വന്നു. സോൺ ഹീസ് ലിപ്സ് വർ പേർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. അപ്പോൾ മണിയുടെ ചുണ്ടൊക്കെ ആ ഒരു ബെറീസ് തിന്നത് കൊണ്ട് പേർപ്പിൾ കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. അങ്ങനെ മഴയൊക്കെ നിന്നു, സൂര്യൻ പുറത്തേക്ക് വന്നു. അതായത് ആ ഒരു മഴ സമയത്ത് സൂര്യനെ നമ്മളങ്ങനെ ആ ഒരു സൂര്യ വെളിച്ചം നമ്മൾ കാണില്ല അല്ലേ. അപ്പം മഴയൊക്കെ നിന്നപ്പോൾ ആ ഒരു സൂര്യൻ്റെ വെളിച്ചമൊക്കെ നന്നായിട്ട് വന്നു. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ഫോറസ്റ്റ്. അപ്പോൾ ആ കറുത്തിരണ്ട ആ ഒരു ഫോറസ്റ്റിന് താഴെ എതിരായിട്ട് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, നല്ല പച്ച നിറമുള്ള പാടം, വയൽ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ദ ഹിൽസ് വെയർ ബേത്ത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. അപ്പോൾ ഹിൽസ്, കുന്നുകളാണെങ്കിൽ ആ ഒരു ഗോൾഡൻ കളറുള്ള സ്വർണ്ണ നിറമുള്ള സൂര്യരശ്മികൾ കൊണ്ട് കുളിച്ച് നിൽക്കുന്നത് പോലെയുണ്ട്. മണി റാൻ എഹെഡ്. മണി മുന്നോട്ടേക്ക് ഓടി. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി, ഹി കോൾഡ്. അതായത് പ്രകൃതിയുടെ ഈ ഒരു സുന്ദരമായ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മണി ഗ്രാനിയോടും കൂടെ ചോദിക്കുകയാണ്, നിങ്ങൾക്കിതൊക്കെ കാണുന്നുണ്ടോ? ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്. അപ്പോൾ ഗ്രാനി എന്താ മറുപടി പറയുന്നത്, എനിക്ക് നടക്കുന്ന വഴിയും നിൻ്റെ വൈറ്റ് ഷർട്ടും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. ഇപ്പം ഏതായാലും അത്രയ്ക്കേ വേണ്ടൂ. അതായത് നടന്നു പോകുന്ന വഴി എനിക്ക് കാണണം, എന്നോടൊപ്പമുള്ള നിൻ്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാണം. ഇപ്പം തൽക്കാലം അത്രയൊക്കെ മതി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഗ്രാനി പറയുന്നത്. ഗ്രാനി ആൻഡ് മണി ate their light meal on the roadside in the shade of a whispering pine and drank from a spring. അപ്പോൾ അവർ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ആ റോഡ് സൈഡിലുള്ള ഒരു പൈൻ മരത്തിൻ്റെ ഷെയ്ഡിൽ, തണലിൽ വെച്ച് അവരെന്ത് ചെയ്യുകയാണ്, ലൈറ്റായിട്ട് ഒന്ന് മീല് കഴിക്കുകയാണ്. അതിനുശേഷം ആ അരുവിയിലുള്ള, സ്പ്രിംഗ് മീൻസ് അരുവി, ആ അരുവിയിൽ നിന്നവർ വെള്ളവും കുടിച്ചു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വെയർ ഡയറക്ട്ലി എബവ് നെയിൻ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും അവരെവിടെ എത്തും, അവരെവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, 9ൽ എത്തിയിട്ടുണ്ടായിരുന്നു. വി ആർ ഓൾമോസ്റ്റ് ദർ സെറ്റ് മണി. അപ്പം മണി എന്താ പറയുന്നത്, നമ്മൾ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അപ്പോൾ അങ്കിളിൻ്റെ വീട്ടിനടുത്തുള്ള ടെമ്പിൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരവിടെ അങ്കിളിൻ്റെ വീട്ടിലെത്തിയിട്ട് വേണം അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനല്ലേ. അപ്പോൾ ടൗണിലുള്ള അങ്കിളിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ ആ ഒരു ടെമ്പിൾ ആയിരിക്കും അതിനുള്ള ലാൻഡ്മാർക്ക് അല്ലേ. അപ്പോൾ ആ ടെമ്പിൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്, മണി പറയുന്നത്. ഐ കാൺ സീ എ തിങ് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്തു പറഞ്ഞു, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് മിസ്റ്റ്. ദർ ഈസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. അപ്പം മണി എന്താ മറുപടി പറയുന്നത്, അത് ഇവിടെ മഞ്ഞ് കാരണമാണ്. ആ വാലിയിൽ നിന്നും താഴ്വരയിൽ നിന്നും എന്ത് വരുന്നുണ്ട്, നല്ല മഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞ് മൂടിയത് കൊണ്ടാണ് ഗ്രാനിക്ക് കാണാത്തത് എന്നാണ് ആര് പറയുന്നത്,
മണി പറയുന്നത്. ഇറ്റ് ബിഗാൻ റെയിനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദ സ്മോൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അപ്പോൾ അവർ ആ ഒരു പുഴയുടെ തീരത്തുള്ള ആ ഒരു ചെറിയ മാർക്കറ്റിലേക്ക്, ടൗണിലുള്ള ആ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും നല്ല മഴ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഗ്രാനീസ് അംബ്രല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനിയുടെ അംബ്രലയാണെങ്കിൽ നന്നായിട്ട് ലീക്കും ചെയ്യുന്നുണ്ട്. ബട്ട് ദേ വർ സൂൺ ഡ്രൈയിങ് ദംസെൽസ് ഇൻ അങ്കിൾസ് ഹൗസ്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ എന്തായി, അങ്കിളുടെ വീട്ടിലെത്തുമ്പോഴേക്കും അവർ ആ നനഞ്ഞ ആ വസ്ത്രങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. അങ്ങനെ അവിടെ അങ്കിളിൻ്റെ വീട്ടിലെത്തി അവർ നല്ല ചൂടുള്ള പാലൊഴിച്ച നല്ല ചായയൊക്കെ കുടിച്ചു. മണി ഗോട്ട് അപ്പ് early the next morning and ran down the narrow street to bathe in the river. അപ്പോൾ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് മണി എന്ത് ചെയ്യാണ്, ആ ഒരു ഇടുങ്ങിയ സ്ട്രീറ്റിലൂടെ ഓടുകയാണ് ആ പുഴയിൽ ചെന്ന് കുളിക്കുന്നതിന്. ആസ് മണി ഡ്രസ്ഡ് ഹി ഹേർഡ് ദ ബ്ലെയർ ഓഫ് ബസ് ഹോൺ. അങ്ങനെ മണി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യുമ്പോഴേക്കും അവിടെയുള്ള ആ ഒരു ബസ്സിൻ്റെ മുഴക്കം, അല്ലേ, ബസ് വരുന്നതിൻ്റെ ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ ബസ്സിൻ്റെ ഹോണടി ആര് കേൾക്കുകയാണ്, മണി കേൾക്കുകയാണ്. ദർ വാസ് ഓൺലി വൺ ബസ് ടു മുസോറി. അപ്പം മുസോറിയിലേക്ക്, ആ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് ഇനി എവിടേക്ക് അവർക്ക് പോകണം, മുസോറിയിലേക്ക് പോകണം. അപ്പം മുസോറിയിലേക്ക് ആകെ ഒരു ബസ് മാത്രമേ ഉള്ളൂ. ഹീ സ്കാമ്പേർഡ് അപ്പ് ദ സ്ലോപ്പ് വണ്ടറിങ് ഇഫ് ദേ വുഡ് മിസ് ഇറ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, ആ സ്ലോപ്പിലൂടെ ധൃതിയിൽ ഓടുകയാണ്. കാരണം എന്തു ചെയ്യും, ചിലപ്പോൾ അവന് ബസ് മിസ്സായി പോയാലോ എന്ന് പേടിച്ച് അവൻ ആ സ്ലോപ്പിലൂടെ സ്പീഡായിട്ട് എന്ത് ചെയ്യാണ്, ധൃതിയിൽ ഓടുകയാണ് ചെയ്യുന്നത്. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അപ്പോഴേക്കും ഗ്രാനി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ബസ് സ്റ്റോപ്പിൽ മണിയെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദർ ടിക്കറ്റ്സ്. അപ്പം ഗ്രാനി ഓൾറെഡി ആ ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഗ്രാൻഡ് സണ്ണിനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി. ആ ബസ്സാണെങ്കിലോ വളരെ പഴകിയതും പൊളിഞ്ഞു വീഴാറായതും പോലുള്ള ഒരു ബസ്സാണ്. റിക്കറ്റി എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു വീഴാറായ. ആൻഡ് റാറ്റിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബസ്സൊക്കെ പോകുമ്പം പഴയ ബസ്സിൻ്റെയൊക്കെ ആ ഒരു കടകട സൗണ്ട് ഉണ്ടാവില്ലേ, അതിനാണ് ഇവിടെ റാറ്റിൽഡ് എന്ന് പറയുന്നത്. ആൻഡ് റാറ്റിൽഡ് സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. അപ്പോൾ ആ ബസ്സിൻ്റെ കടകട സൗണ്ടൊക്കെ കാരണം പാസഞ്ചേഴ്സിന്, അതിലുള്ള യാത്രക്കാർക്ക് അവർ പരസ്പരം സംസാരിക്കുന്നത് പോലും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ ഡിയേഴ്സ്, ഇത്രയും എടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. വളരെ വലിയൊരു ലെസണാണ് ഇത്. ഇനിയും ഫുള്ളാക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അതുകൊണ്ട് നമുക്ക് ഇത്രയും എടുത്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.